തലശ്ശേരി തലായിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മാധവി നിലയത്തിൽ ഭാസ്കരന്റെ കിണറാണ് 3 മീറ്ററോളം ഇടിഞ്ഞു താഴ്ന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരമൊരു പ്രതിഭാസം പലയിടത്തും ഈ മഴ പെയ്യുമ്പോൾ കാണാറുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? രതീഷ്, ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി അടക്കമാണ് ഈ ശക്തമായ മഴ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന തലായിലെ ഭാസ്കറിൻ്റെ വീട്ടിന് സമീപത്തുള്ള കിണർ ഇടിഞ്ഞ് താന്നത്. വലിയ പഴക്കമുള്ള കിണറായിരുന്നില്ല. മാത്രമല്ല ചുറ്റുമതിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ചുറ്റുമതിലടക്കം ഈ കിണറിൻ്റെ ചുറ്റുമതിലടക്കം താഴേക്ക് തകർന്ന് ഏതാണ്ട് 3 മീറ്ററോളം അടിയിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെയും തലശ്ശേരിയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ സമാനമായ രീതിയിൽ കിണർ ഇടിഞ്ഞു താഴുന്ന പ്രതിഭാസം ഉണ്ടാകുകയും ചെയ്തതാണ്. ഏതായാലും അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ ഇന്നലെ രാത്രി, മഴ മാത്രമല്ല ശക്തമായ കാറ്റും വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പയ്യന്നൂർ മേഖലയിൽ കാനായിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഒപ്പം തന്നെ പാനൂർ മേഖലയിൽ ഒരു മതിലിടിഞ്ഞ് ഒരു കാറിൻ്റെ മുകളിലേക്ക് വീണു. പക്ഷേ കാറിൽ യാത്രക്കാർ ഇല്ലാതിരുന്നത് കൊണ്ട് അപകടം ഒഴിവായി എന്ന് പറയാം. ഏതായാലും ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇന്നും ഉള്ളത്. ശക്തമായ മഴ ഇപ്പോഴില്ലെങ്കിൽ കൂടി ഇന്നലെ രാത്രി ശക്തമായ കാറ്റും മഴയുമാണ് വിവിധ ഇടങ്ങളിൽ അനുഭവപ്പെട്ടത്. പേരാവൂർ കോളയാട് ഒരു വീടിൻ്റെ മുകളിലേക്ക് മരം പൊട്ടി വീഴുകയും ആ വീടിന് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലയോര മേഖലയിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ നഗരമേഖലകളിലുമൊക്കെ തന്നെ ചെറിയ രീതിയിൽ നാശനഷ്ടം ഇപ്പോൾ ഈ കനത്ത മഴയിൽ ഉണ്ടായിട്ടുണ്ട്.